നമസ്കാരം. 2025 ഡെയർ ടു വിന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗെയിം എല്ലാം അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ വിശ്വാസം അന്ധവിശ്വാസം അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ ഇടയ്ക്കൊരു സംഭവം നടന്നതല്ലേ, അതായത് നെയ്യാറ്റിൻകര ഗോപൻ സമാധിയായത്. നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ അന്ധവിശ്വാസമാണെന്ന് ഭാവി തെളിഞ്ഞു വരുന്നുണ്ട്. നിനക്ക് എങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസം ഉണ്ടോ? എനിക്ക് അന്ധവിശ്വാസം വിശ്വാസം എനിക്ക് വിശ്വാസം പൊടി മേടിച്ചോണ്ട് ഞങ്ങളെ കൊണ്ട് പൊടി വാങ്ങിപ്പിക്കുവേ. ഇങ്ങേരെയും കൊണ്ട് ഏതോ സാധനം എടുത്ത് പോയി പൊടി വാങ്ങിപ്പിക്കും. ചുമ്മാ ഒരു അന്ധവിശ്വാസം. ഇങ്ങനെയല്ല, ദൈവത്തിന് വിശ്വാസം ഉണ്ട്, പക്ഷെ അമ്പലത്തിൽ നിന്ന് എപ്പോഴും പോകില്ല. മനസ്സിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. മൂഢമായ വിശ്വാസങ്ങളുണ്ടല്ലോ. ഇല്ല അങ്ങനെയൊന്നുമില്ല, പക്ഷെ പ്രയത്തിന്റെ വിശ്വാസം. പ്രയത്തിന് വിശ്വാസം അതാണ് മൂഢമായ വിശ്വാസം. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയുന്നത് അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യക്കുരുതി ഇപ്പോഴത്തെ കാലത്തും ബീഹാറിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അത് അതിനൊന്നും താല്പര്യമില്ല. എനിക്ക് നമ്മളെ ശരീരം തന്നിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ ഇൻട്രസ്റ്റ് അല്ല. നിന്റെ കഴുത്ത് വെട്ടിയല്ല നീ പൂജ ചെയ്യുന്നത്, വേറെ അല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ നമ്മളെ ശരീരമായാലും മറ്റൊരു ശരീരം മനുഷ്യനല്ലേ. ആർക്കും ദ്രോഹം ചെയ്തുള്ള പരിപാടിയൊക്കെ ഇഷ്ടം. അവൻ കഴിഞ്ഞ ആഴ്ച അടിച്ചേന്റെ പാടിപ്പോഴും കയ്യിലിരിപ്പുണ്ട്. അല്ല, പുലിക്ക് എന്താണ് പറയാനുള്ളത്? പുലിയുടെ ഇത് വെച്ച് എനിക്ക് വിശ്വാസം ഇല്ല, അന്ധവിശ്വാസം ഇല്ല, ആരും വിശ്വാസം ഇല്ല. അല്ല, പക്ഷെ പുള്ളിക്കാരന്റെ വീഡിയോ എടുക്കുമ്പോ പുള്ളിക്കാരൻ ഒന്നുമില്ല. ഞാൻ ഇപ്പൊ വാച്ചിടാറില്ല. എനിക്ക് അങ്ങനെ അത് അന്ധവിശ്വാസം അല്ല, അത് എന്റെ ഒരു അതിന്റെ കോൺഫിഡൻസ്. അത് എനിക്കൊരു തോന്നല്ലേ. അതിന്റെ പിറകെ ഒന്നും ഈ ടോപ്പിക് ദൈവവിശ്വാസം ഇല്ല, അത് സംബന്ധിച്ചിടത്തുള്ള അന്ധവിശ്വാസവും ഇല്ല, രണ്ടും ഇല്ല. താങ്കൾക്ക് ഈ വിശ്വാസം അന്ധവിശ്വാസം? അന്ധവിശ്വാസം അങ്ങനെയൊന്നുമില്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല. അല്ലെ ഈ കറുത്ത പൂച്ച കുറുക്കാടിയ കറുത്ത എനിക്ക് അങ്ങനെ എന്റെ പറയുന്നൊരു തോന്നരുത്. എന്റെ അമ്മ അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. ഇല്ല, ഞാൻ കുറച്ച് ഞാൻ അന്ധവിശ്വാസം എന്നല്ല, ഇങ്ങനെ കുറെ വിശ്വാസം ഉണ്ടെന്ന് പഠിക്കും. ഞാൻ ഹോസ്റ്റലിൽ പോയപ്പം എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഉപ്പും മുളകും അങ്ങനെയൊക്കെ ഉഴിഞ്ഞൊക്കെ ഇടത്തില്ലേ, അങ്ങനെയൊക്കെ ഉഴിഞ്ഞൊക്കെ ഇടുന്ന സംഭവം ഞാൻ അപ്പോഴാണ് മനസ്സിലായി. എന്റെ വീട്ടിലെ അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. ഉപ്പും മുളകും അല്ല, അതിങ്ങനെ ഉഴിഞ്ഞിടും എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെ. അന്ധവിശ്വാസം വിശ്വാസം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അല്ലേ. ചില ആൾക്കാർക്ക് അതിനോട് വിശ്വാസം കാണും, ചില ആൾക്കാർക്ക് വിശ്വാസം കാണൂല. കാർത്തികയ്ക്ക് വിളക്ക് വയ്ക്കുമെന്ന് അറിയില്ല, അതും ഇതാണ് ഒരു വിശ്വാസമാണ്. കാരണം ആ സമയത്താണ് ഈ കൊയ്ത്ത് ടൈം വരുന്നത്. അപ്പൊ ഈ പെസ്റ്റുകൾ ചാവാൻ വേണ്ടി എല്ലാരും കൂടെ ഇപ്പൊ നിനക്ക് നിലമുണ്ട്, കൊയ്ത്തുണ്ട്, എവരുടെ കത്തി തീയിടുമെന്ന് പറഞ്ഞാൽ കേൾക്കൂല്ലേ, ആചാരമൊക്കെ പോലെ ചെയ്യും. അങ്ങനെ എല്ലാത്തിന്റെ പിന്നിൽ ഓരോ കാരണങ്ങളാണ്. പഴയ ആൾക്കാർക്ക് സയന്റിഫിക് ആയിട്ട് അറിയണ്ട, അതുകൊണ്ട് ഇതിന് വിശ്വാസം വരാത്ത കാര്യമുണ്ട്. നമ്മളെ ജാതകം എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്ക് ജനിച്ചു, ഇത്ര 7:20 ജനിച്ചു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ നഴ്സിന്റെ വാച്ചിൽ ഒരു 5 മിനിറ്റ് തെറ്റാണെങ്കിൽ കഴിഞ്ഞില്ലേ. എക്സാമ്പിൾ എനിക്ക് 3 ബർത്ത്ഡേ ഉണ്ട്. നഴ്സ് വാച്ച് എന്ന് പറയും 7:20 ജനിച്ചിട്ടെന്ന് പറയണേ, 7:30 ജനിച്ച തെറ്റിയില്ലേ ഫുള്ള്. ഇത് മറ്റേ നക്ഷത്രങ്ങളാ മൂവ്മെന്റ് വെച്ചല്ലേ സംഭവം സെറ്റ് ചെയ്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതും പ്രൂവൺ സയൻസ് എന്നൊക്കെയാണ് അല്ല, ഒരു കാര്യമുണ്ട്, ഈ പണ്ടത്തെ ആൾക്കാരാണല്ലോ വിചാരിക്കുന്നത്. പക്ഷെ ഈ നക്ഷത്രങ്ങളെ ഇതിന്റെയൊക്കെ സ്ഥാനമാനങ്ങൾ ഇത്രയും കൊല്ലത്തോടെ ചേഞ്ച് ആയിരുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരേണ്ടതാണ്. അങ്ങനെയുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ പറയുന്നത് പണ്ടത്തെ കാലത്തെ സാധനമാണെങ്കിൽ ഒരു മാച്ചും ഇല്ലാത്തതാണ്. അങ്ങനെയല്ലടാ, ഈ ജ്യോതിഷം ഈ മൂവ്മെന്റ്സ് ഒക്കെ നേരത്തെ വെച്ച് തന്നെ അവര് പറയുന്നത്. അല്ല, മൂവ്മെന്റ്സ് ആ ടൈമിലെ മൂവ്മെന്റ്സ് വെച്ചാണ് അവര് പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ കമ്പ്യൂട്ടർ ജാതകം ഉള്ളത് എന്റെ ജാതകം മൊത്തം പോകാം. അത് മുഖത്ത് എഴുതി വെച്ചേക്കല്ലേ, മുഖമല്ലേ മൂലധാരം.
എന്റെ 45ാമത്തെ വയസ്സിലാണ് ഞാൻ അടിപൊളിയാവുന്നത്. ഞാനൊരു പടത്തിൽ എന്താ നാള് ആണല്ലോ നമ്മള് പറഞ്ഞ് കാട് കയറി അന്ധവിശ്വാസം വിശ്വാസം ഗെയിമിലോട്ടൊക്കെ പോട്ടെ. ഇതിലോട്ട് പോയല്ലേ അതെ. നമുക്ക് 10 മണിക്ക് മുമ്പ് തുടങ്ങണം. എന്താണ് പ്രൊഡ്യൂസർ പറഞ്ഞേക്കുന്നത്? അതാണ് അല്ലെങ്കിൽ പറ്റില്ല. ഇത്രയൊക്കെ വിശ്വാസം ഇല്ലെന്ന് പറയുന്നതിൽ എല്ലാവരും മുഹൂർത്തം നോക്കിയല്ലേ കിട്ടുന്നത്. ആ അത് ശരിയാ, നിങ്ങളല്ലേ. അല്ലെങ്കിൽ വീട്ടുകാർ ഇടിക്കും. എന്നാ പിന്നെ ഗെയിമിലോട്ട് പോയല്ലേ. എന്നാ പിന്നെ നമുക്ക് അപ്പം നമ്മള് കപ്പിത്താൻ ഗെയിമിലോട്ടാണ് പോകുന്നത്. എന്താണ് ഗെയിം എന്ന് അറിയണ്ടേ? എന്താണ് ഗെയിം? അറിയണ്ടേ? എനിക്കല്ലേ അറിയാവുള്ളൂ. അറിയണം. അതായത് ഒരു സ്ക്വയർ തരും, 2 സ്ക്വയർ ഉണ്ടോ അവിടെ? ആ 2 സ്ക്വയറില് നടുക്കത്തെ സ്ക്വയറില്ലേ അതിൽ നമ്മൾ കയറി നിൽക്കും. എന്നിട്ട് ചുറ്റും ഒരു 10 ബലൂൺ ഇങ്ങനെ ഇടും ഈ സർക്കിളെന്ന് ഈ സ്ക്വയറിന്റെ അകത്തായിട്ട്. അപ്പൊ നമ്മള് അത് ചൂലുകൊണ്ട് ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണം. എളുപ്പമല്ലേ? എന്നാ എളുപ്പമല്ല, കണ്ണ് കെട്ടിയിട്ട് വേണം നമ്മൾ അടിച്ചു പൊട്ടിക്കാൻ. കൈ കെട്ടിട്ട് ടൈമറുണ്ട് ഡയറക്ടറെ കാണുമല്ലോ. അപ്പൊ ടൈമറുണ്ട്. ആ ടൈമിനുള്ളിൽ എത്ര ബലൂൺ പൊട്ടിക്കുന്നോ അത്രയും. അപ്പൊ അവര് പിന്നെ പണ്ട് പറയാൻ വന്നിട്ട് പിടിച്ചു ഞാൻ വീഡിയോ അതിന് പോലും സമ്മതിക്കുന്നില്ല. സംഭവം മനസ്സിലായി. കണ്ണ് കെട്ടിയിട്ട് അടിച്ചു പൊട്ടിക്കാം. നമ്മള് നിക്കണം, ചൂലുണ്ട്. ഇതിന്റെ പുറത്ത് നമ്മള് പോരുത്. അല്ല, ചെറുതിന്റെ പുറത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇറങ്ങുമല്ലോ. ബലൂൺ പോയാമോ? ബലൂൺ പോയാൽ നമ്മൾ എങ്ങനെ അറിയുന്നത്? അടിച്ചു പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. ഇതാണ് ഗെയിം. ആദ്യം ആര് കളിക്കാൻ വരുന്നു? ഞാൻ കഴിഞ്ഞിട്ട് എബിനണ്ണൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷമച്ചങ്ങൾ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കളിക്കാം. ഇങ്ങനെ വരാനുള്ള ചാൻസ്. അപ്പൊ ഗെയിമിലോട്ട് പോയാലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഗെയിമിലേക്ക് പോവാം. അപ്പൊ അനന്ത റെഡിയാണോ? 2 മിനിറ്റ് ആണ് ഉള്ളത് സമയം. പിന്നെ ഈ ലൈനിന്റെ വെളിയിൽ പോകാൻ പാടില്ല കേട്ടാ. കണ്ടും കാണാം പറഞ്ഞെടുത്തപ്പോ. കണ്ടും കാണല്ലേ? വെളിയിൽ പോകാൻ പാടില്ല. അവരൊക്കെ അറിയാൻ പറ്റുന്നത് പണ്ടൂത്തി. കറക്ക് കറക്ക് കറക്ക്. അയ്യോ 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 അയ്യോ. വീട്ടിൽ കളിക്കുന്നു. 3, 2, 1 go. വിജയ തൂത്ത് പൊട്ടി വടക്ക് തീരകഥയിൽ ഇവരുണ്ടായിരുന്നു. അപ്പൊ അടിക്കണ്ടേ? ഫ്രണ്ടിലോട്ടോ ഇടത്ത് പിടി, കുറച്ച് ഇടത്ത് ഇവരുടെ തലയ്ക്ക് കറക്റ്റ് കിട്ടും. ടൈമായി ടൈം കഴിഞ്ഞു. അതെ അതെ, ടൈം കഴിഞ്ഞു. ഓടാത്ത വാച്ചിൽ നോക്കി അവിടെ ടൈം പറഞ്ഞു. അനന്തൻ പൊട്ടിച്ചിരിക്കുന്നു. അതെ അതെ അതെ. എബിനണ്ണൻ ചൂലിന്റെ ആവശ്യമില്ല, ഈർക്കിലും ചെറിഞ്ഞു പൊട്ടിക്കും. അപ്പം എബിനണ്ണൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൊണ്ടുവരാം. ഞാൻ തന്നെ. സൈഡ് 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 സൈഡ്. ഇനി എന്തൊക്കെ? റെഡി? 1, 2, 3 സ്റ്റാർട്ട്. ഇത് കള്ളക്കളി. എത്ര ദൂരം കളി? എനിക്ക് ഇതേടോ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട്. സമയം കഴിഞ്ഞു. അപ്പം
അപ്പം എബിനെണ്ണൻ 8 ബലൂൺ പൊട്ടിച്ചു. ഒരെണ്ണം കൂട്ടാൻ പറ്റൂല, കാല് തട്ടിയാണ് പൊട്ടിയത്. അപ്പം 8 എണ്ണം പൊട്ടിച്ചു. അപ്പൊ അടുത്ത ആള് നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിശാൽ ബഷീർ. അപ്പം അയ്യോ ഓ അതില് തട്ടാതെ ഓടും ബലൂണില്. അയ്യോ ഓ ഓ ഓ അത് മതി മതി, ഒരു പൊടിക്ക് ഓക്കെ ഓക്കെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ ഒന്ന് തട്ടിയത് സമയം കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞു. ഇങ്ങ് വാ മതി. അപ്പം നമ്മളെ വിശാൽ മെഷീൻ പൊട്ടിച്ചിരിക്കുന്നത് 5 ബലൂൺ. ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനി അടുത്ത ആൾക്കാട് അപ്പോ പറഞ്ഞോ ഗൈസ്. അടുത്തതായിട്ട് ഞാനാണ് ഗൈസ്. കാക്കക്കുഞ്ഞ് അവളെ ഞാൻ വിശാൽ മച്ചാനും ആനയിച്ചുകൊണ്ടുപോയി കറക്കിക്കുന്നതാണ്. വേടാ കറക്കിക്കോ. ചൂല് കൊടുത്തില്ല കൊച്ചു. ചൂല അടിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്. മനപ്പൂർവ്വം അയ്യോ എനിക്ക് കാണാൻ വയ്യ. മൂക്കൊന്നും അവക്ക് ലയനെന്ന് പോലും അറിയാം. അങ്ങനെ 4 ബലൂൺ പൊട്ടിച്ചിരിക്കുന്നു. ഇടയ്ക്കേറെ നമ്മൾ അലമ്പി എന്നറിയാമോ? കാലുണ്ട് തട്ടല്ല തരണ്ട് എത്രോണം തട്ടി. പിന്നെ അവിടെ നിന്ന് ക്യാമറ ഇട്ട് ഇങ്ങനെ ഓടക്കണ്ണിട്ട് നോക്കി. ഇല്ല ഞാൻ ഇവിടെയാണ് ഇട്ടത്. സത്യം. അപ്പൊ അടുത്ത സെലക്ഷൻ ആയി. അടുത്ത വലിയ പണി ഉടായിപ്പ്. എന്റെ അമ്മ തിരിഞ്ഞ് കാണത്തില്ല. അപ്പം റെഡി സ്റ്റാർട്ട്. എടാ എനിക്ക് കാണത്തില്ല. തട്ടിയാലേ പറ്റത്തില്ല. അത് കാണത്തില്ല. അത് കാണത്തില്ലല്ലോ. ഇനി പറഞ്ഞു സമയം പോകുന്നുണ്ട്. എന്റെ 1:35. എടുത്തോടി. അടിച്ചടിച്ചോ. അതന്നെ അടിച്ചോ. സമയം കഴിഞ്ഞ അപ്പം സെലക്ഷനും കളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സെലക്ഷനും ഏറ്റവും കൂടുതൽ ബലൂൺ പൊട്ടിച്ചിട്ടില്ല. 3 ബലൂൺ പൊട്ടിച്ച് പിന്നിലായിരിക്കും. ഇനി സ്കോർ ആനന്ദൻ 5 ബലൂൺ, വിശാൽ മെഷീൻ 5 ബലൂൺ,
സെലക്സ് 3 ബലൂൺ, ഗായത്രി 4 ബലൂൺ. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ ആറ്റിറ്റ്യൂഡ് പിടിച്ചുകൊണ്ട് ഈ ഗെയിം 8 ബലൂൺ പൊട്ടിച്ചുകൊണ്ട് ആരാണ്? എവരുണ്ടൻ. ഇതെന്റെ കരിങ്കോടി പ്രതിഷേധം. അടുത്ത ചലഞ്ച് അങ്ങേര് വെക്കുകയായിരിക്കും. കപ്പിത്താൻ അവനാണല്ലേ? അതെ. ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലൻ ഗെയിമായിരുന്നു. പറയുകയാണെങ്കിൽ കാണാൻ പറ്റില്ല. ജമ്മു കാശ്മീരിൽ കള്ളക്കളി കളിച്ചവരൊക്കെ 8 എണ്ണം പൊട്ടിച്ച് ഫസ്റ്റ് ആയി. എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കാണാൻ നമുക്ക് ഏബിനണ്ണൻ നല്ല ചലഞ്ച് ഗെയിം സെറ്റ് ചെയ്യൂലേ? അപ്പൊ സെറ്റ് ചെയ്തോണ്ട് വരും. ഓക്കെ. ഒന്നും തോന്നില്ല കണ്ടിട്ട്. ഈ 5 ബോക്സ് ഉണ്ട്. ഇത് നിൽക്കിട്ട് എന്റെ ചലഞ്ച് ഗെയിമാണ്. ഞാൻ പറയട്ടെ. അതായത് 5 ബോക്സുകൾ നിൽക്കും. എന്നിട്ട് നിങ്ങളെ കണ്ണ് കെട്ടി അങ്ങോട്ട് ബാക്കിൽ നിർത്തിയേക്കും. ഈ സമയത്ത് നിർത്തിയിട്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് ഇരിക്കും. എന്നിട്ട് പറയട്ടെ. എന്നിട്ട് ഞാൻ ഒരു നിങ്ങൾ കണ്ണഴിക്കണം, കെട്ടഴിച്ചിട്ട് കെട്ടഴിച്ചിട്ട് എല്ലാരും വന്ന് ഓരോ ബോക്സിൽ തല ഇങ്ങനെ വെച്ച് നിൽക്കണം. ഞാൻ ബോക്സിനകത്ത് കാണും. ചുമ്മാ വെച്ചോണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ അകത്തുനിന്ന് ഒരു ഇടി ഇടിച്ചു. ഇടി കൊണ്ടുവന്ന് അവർ ഔട്ടാവും. കണ്ണെടിയുടെ നമ്മൾ അവിടെ തിരിച്ചു നിർത്തും. നീ ഒരു പെട്ടിക്കകത്ത് കയറിയിരിക്കും. നമ്മളൊന്ന് ഇടിയും മേടിച്ചോണ്ട് ഔട്ടായി പോകും. അല്ല ഒരു ജൈ കണ്ണെട്ടി നമ്മളെങ്ങനെ എത്തും? അഴിച്ചിട്ടൊന്ന് നിൽക്കാം. അങ്ങനെ പറയാം. അപ്പൊ ഗായ്സ് ഞാൻ പോയിരിക്കാൻ പോവാണ്. എന്താ അപ്പൊ അടുത്ത റൗണ്ട് ഗായ്സ്. അരതിലെ കാണല്ലോ അവരും കയറിയിരുന്ന അതല്ലേ അരതിലെ കാണാനില്ല. ഓക്കെ ഗൈസ് പോയിരിക്കട്ടോ. പാമ്പ. അപ്പൊ ഈ ഇടിന്ന് അമ്മ രക്ഷപ്പെട്ടു. അപ്പൊ ഒന്നുകൂടെ റൗണ്ട് പോവാം. ഇടിയുണ്ടല്ലേ? നമുക്കാർക്കിടികൊണ്ടില്ലല്ലോ. സംശയമുണ്ട്. എബിൻ എവളെ ജയിപ്പിച്ചതാണോ? അപ്പൊ ഗായ്സ് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ ഇനിയൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ടിൽ ദെൻ ടാറ്റ ബൈ ഗുഡ് ബൈ.